വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ കീർത്തന. സോ ഇപ്പോൾ ഈ ആഹ്ലാദ പ്രകടനം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്. വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് വയനാട് പോയിട്ട് റിസോർട്ടിലൊക്കെ പോയിട്ട് അടിച്ച് പൊളിച്ച് വരാമെന്ന് വിചാരിച്ചു. അതാണ് കുട്ടിപ്പട്ടാളങ്ങളൊക്കെ റെഡി ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ബാക്കി എല്ലാവരുടെ ബാക്കിൽ വരുന്നുള്ളൂ കേട്ടോ. സോ വ്ളോഗ് എടുക്കാൻ വേണ്ടി ഞാൻ ഫ്രണ്ട് ചാടിക്കരുന്നതാണ്, അല്ലെങ്കിൽ ഭയങ്കര സൗണ്ട് ആയിരിക്കും. അതും ജാൻവി ഒന്ന് നോക്കി ഹായ് പറഞ്ഞ. ജാൻവി ഹായ്. ആ സർപ്രൈസ് ആണ് കേട്ടോ. ചാലിക്കൊക്കെ റെഡിയാണ്. എല്ലാരും ഇവിടെ റെഡി ആയിട്ട് നിങ്ങൾ എൻ്റെ മകൾ പോവാണ് ഗൈസ്. ഇപ്പൊ ബസ്സൊക്കെ വേണ്ടി ഇനി ആളുകൾ വരാനുണ്ട്, അവർക്ക് വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ്. അതിന് മുന്നേ നമ്മൾ കയറിയിരുന്നു. ഗൈസ് നമ്മളെങ്ങോട്ടാ പോണേ? വയനാട്. ഉഷാറാക്കണോ? അങ്ങനെ യാത്രയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പകുതി വഴിയിലെത്തിയപ്പോഴത്തേക്കും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ അവർക്കെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കൊടുത്ത് വീണ്ടും നമ്മൾ യാത്രയുടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയണ്ടല്ലോ, നമ്മുടെ സാലിക്കയുടെ 1.5 ഡാൻസ് ഉണ്ടായിരുന്നു സോ ഗൈസ് നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. ഇത് എവിടെയാ ഇപ്പൊ സ്ഥലം? എവിടെയാ? ബത്തേരിയാ. ഇത് നമ്മള് അങ്ങനെ റെസ്റ്റോറൻറ്റിൽ എത്തി. ചോറ് വേണോ ബിരിയാണി വേണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് എല്ലാവരും ഇരിക്കുന്നത്. ജാനു എന്താ കഴിക്കുന്നത്? ജാനിക്ക് അക്കിമും അമ്മ വാങ്ങിച്ചു തരൂല. ഇപ്പൊ എന്താ വേണ്ട? ബിരിയാണി വേണോ ചോറ് വേണോ? ബിരിയാണിയില്ലേ അങ്ങനെ ഉമ്മമാരെല്ലാം ചോറും ഞങ്ങളെല്ലാം ബിരിയാണി ആയിരുന്നു കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. Guys, finally we are reached resort. ഇതാണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഫസ്റ്റ് പാലം. എത്തിയതും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടൊരു പാലാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ ചാടി കയറി ഇത് തന്നെ കാണിക്കാന്ന് വിചാരിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പാലം തന്നെ കേട്ടോ. ആയില്ല. പിന്നെ വന്ന് കേറുമ്പോ തന്നെ നമുക്ക് ഫസ്റ്റ് കിക്ക് ചെയ്യുന്ന സംഭവമാണ് ഈ ബാമ്പു. ആക്ച്വലി ഭയങ്കര തണലാണ്. ബട്ട് അമ്മ ഒന്ന് അവിടുന്ന് കാണിച്ചു കൊടുത്തേ. കണ്ടോ, ഇതാണ് ഈ സംഭവം. നല്ല ഭംഗിയാണ് കേട്ടോ ഈ ബാമ്പുവിന്റെ. പിള്ളേർക്ക് കളിക്കാൻ ആവശ്യമായ കുറച്ച് എക്യുപ്മെന്റ്സ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നേ. അതില് പിള്ളേര് മാത്രല്ല കിളവന്മാരും കേറിയിരിക്കുന്നുണ്ട്, ആടുന്നുണ്ട്. യെസ്, ഇതാണ് നമ്മളെ സ്വന്തം കുട്ടേട്ടൻ. ആളുടെ വണ്ടിയിലാണ് നമ്മൾ വന്നത് കേട്ടോ. നമസ്കാരം. നമുക്ക് ടോട്ടൽ കിട്ടിയിരിക്കുന്നത് 5 റൂമുകളാണ്. താഴെ 3 റൂമുകളും മേലെ സെപ്പറേറ്റ് ആയിട്ട് 2 പ്രൈവറ്റ് റൂമുകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ റൂം വരുന്നത് ഇവിടെയാണ് കേട്ടോ. ബാക്കി അതാ ഞങ്ങളാണ് റൂം വരുന്നത് ഇവിടെയാണ്. ഗൈസ്, ഇനി നമ്മള് പൂളിറങ്ങാൻ വേണ്ടി പോവാണ്. വെള്ളം ഭയങ്കരമായിട്ട് പേടിയുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് നമ്മൾ ഹണിമൂണിന് പോകുന്ന സമയത്ത് ആ ക്ലിപ്പ് കിട്ടാണ് ഞാൻ ഈ വീഡിയോക്ക് കൊടുക്കാട്ടോ. ഞാൻ മുങ്ങിച്ചാവാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. എപ്പോഴൊക്കെ ഞാൻ പൂളിലിറങ്ങുന്നോ ആ സമയത്തൊക്കെ ഞാൻ മുങ്ങിച്ചാവാൻ വേണ്ടി പോകും. അപ്പോൾ ഞാൻ ഇന്ന് ഇറങ്ങുന്നുണ്ട്. എനിക്ക് പിന്നെ ഈ കൂട്ടത്തിലിരിക്കുന്ന ആരും വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരെണ്ണത്തിനെ പോലും എൻ്റെ അടുത്തേക്ക് എടുപ്പിക്കുന്നതായിരിക്കില്ല. ഇവരെന്നെ ചിലപ്പം മുക്കിക്കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും.
കുട്ടികളുടെ പൂളിലാ വലിയ കാര്യത്തിൽ കളിക്കുന്നത്. ചെറിയ കുട്ടികളുടെ പൂളാണ്. മടിയുള്ള പേടിയുള്ള ഞാൻ എന്ത് ധൈര്യത്തിൽ ഇത് കളിക്കാൻ എനിക്കെന്നെ അറിയില്ല. നമ്മളെ പൊടിച്ചു മാറ്റി ചാവടിക്കാൻ വേണ്ടി വന്നു. സുനിമൂത്ത് നമുക്കിത് കാട്ടി കൊണ്ട് തന്നിട്ടുണ്ട്. കാട്ടി ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ? ഗൈസ്, അങ്ങനെ ക്യാരംസ് അറിയാത്ത കൊറേ ടീമുകള് ഇരിക്കുന്നുണ്ട് കളിക്കാൻ വേണ്ടി. പൊട്ടേന് ലോട്ടറി അടിച്ച പോലെ പുള്ളിയാണ് എന്റെ ഹസ്ബൻഡ്. ഗൈസ്, സത്യം പറഞ്ഞാൽ ഇവിടുത്തെ നൈറ്റ് വ്യൂ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇത് ആക്ച്വലി വളരെ ചെറിയൊരു വാട്ടർഫോൾ ആണ്. നൈറ്റ് നമ്മൾ റിസോർട്ടിൽ ഫുഡൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇൻസ്റ്റന്റ് ആയിട്ട് ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പോവാണേ. അതിനാവശ്യമായിട്ടുള്ള മസാലക്കൂട്ടൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ മൂത്താത്ത. കുറച്ച് കഴിഞ്ഞപ്പോൾ മാങ്ങ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. മാങ്ങ മുറിച്ചത് മാത്രമല്ല, നമുക്ക് ജ്യൂസും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന് മധുരം കുറച്ച് കുറഞ്ഞോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. കുറച്ച് വലുത് അല്ല, ജസ്റ്റ് ഇതാണ്. ചേച്ചി, നിങ്ങളെ പേരെന്തേലും? ചേച്ചി, നിങ്ങളെ പേരെന്തേലും? അല്ല, ചേച്ചി പേര് പറഞ്ഞു കൊടുക്കി. കീർത്തന എന്ന് പറഞ്ഞൊരു ചേച്ചിയാണ്. തൊട്ടടുത്ത് നിൽക്കുന്നത് ഹസ്ബൻഡാണ്. അതിനിടയ്ക്ക് ജാനിക്കുട്ടിക്ക് ഞാൻ ഫുഡൊക്കെ കൊടുത്തു. ക്ഷീണം കാരണം ആൾ വേഗം തന്നെ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. താഴോട്ട് വന്ന് നോക്കുമ്പോഴത്തേക്കും ഇവർ ദേ ചിക്കൻ്റെ പരിപാടികളൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. വേവിച്ച ചിക്കൻ ടേസ്റ്റ് ഉണ്ടോയെന്നാണ് ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ്, ഡാൻസിനൊക്കെ ശേഷം ഇവിടെ പാട്ട് കച്ചേരിയാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പൊറോട്ടയും ഗ്രില്ലഡ് ചിക്കനും ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ. ഗൈസ്, അപ്പം നമ്മളെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്ന രണ്ട് റൂം നേലെയാണ്. സോ അതിലാണ് നമ്മൾ. ഇവിടെ ജാനിക്കൂട്ട് നല്ല ഉറക്കമാണ് കേട്ടോ. ഇപ്പം സമയം 1:30 മണി. ഇനി നമ്മൾ ഉറങ്ങാൻ പോവുകയാണ്. എനിക്കാണ് നല്ല ക്ഷീണമുണ്ട്. ഇപ്പം ഞാൻ ഉറങ്ങിയ നാളെ രാവിലെ എണീക്കുമെന്ന് എനിക്കറിയില്ല. നാളെ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ എണീച്ച് കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. എങ്ങനെയായിരിക്കും വെതർ കണ്ടീഷനൊക്കെ നമുക്ക് നോക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ കാണാം. അധികമായിട്ട് ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. സോ ഗുഡ് നൈറ്റ്. കുറച്ച് നേരത്തെ എണീച്ച് വെതറൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ബട്ട് ഞാൻ എണീക്കാൻ തന്നെ 8 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും മാനൊക്കെ നന്നായിട്ട് തെളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നേ. ഗൈസ്, വയനാടാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നല്ല ചൂടാണ് കേട്ടോ. നൈറ്റ് മാത്രമാണ് നമുക്ക് കുറച്ചെങ്കിലും തണുപ്പ് കിട്ടുന്നത്. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? യെസ്, ഞാനൊരു അക്വഫോബിയ പേഷ്യൻ്റ് ആണ് ഗൈസ്. ഇവരെന്നെ ചതിക്കില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ പൂളിൽ ഇറങ്ങിയത്. ബട്ട് ചതിച്ചു ഗൈസ്. അവസാനം ഞാൻ കരഞ്ഞ് കാല് പിടിച്ചാണ് കരക്കെത്തിയത് കേട്ടോ. എണീച്ചിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്തൊരു കാര്യം എന്താ പറയുക, പൂളിൽ പോയി കഴിച്ചു. അപ്പോഴത്തേക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് കഴിച്ചിട്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളെ റൂം ആക്ച്വലി ഇതിൻ്റെ കുറച്ച് മേളിലാണ് കേട്ടോ. അപ്പം അവിടെ പോയിട്ട് വീണ്ടും ഡ്രസ്സ് മാറ്റി പിന്നെയും പോയിട്ട് ഡ്രസ്സ് മാറ്റാൻ എനിക്ക് വയ്യ. സോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട്
വീണ്ടും പൂളിലോട്ട് ഇറങ്ങും. ചാൻവിക്കുട്ടി ഇത് തണുത്ത് വരച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾക്ക് വേണ്ടി ടർക്കി എടുക്കാൻ വേണ്ടി അമ്മയുടെ പറഞ്ഞിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുണ്ടായിരുന്നത് പുട്ട്, കടല, ഇഡ്ഡലി, ചട്നി ആൻഡ് ഉപ്പുമാവ്. പിന്നെ നമ്മുടെ ഇന്നലത്തെ ഗ്രില്ലഡ് ചിക്കനും ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂട്ടിയിട്ടാണ് നമ്മളിത് ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പം 11 മണിക്ക് ചെക്കൗട്ട് പറഞ്ഞിട്ട് 12 മണിയാവാനായിട്ട് ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ ചേട്ടൻ. എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഈ റിസോർട്ട് ചെയ്തു തന്ന ഒരാളാണ് കേട്ടോ. ചേട്ടൻ്റെ പേര് ജിനൂബ് എന്നാണ് പേര്. സോ ഈ സാധനം കണ്ടോ, ഇതെന്താന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? എല്ലാവരും പറയുന്നത് അത്തിപ്പഴമാണെന്ന്. അപ്പോൾ ഇത് പഴുത്തിട്ടില്ല. പഴുത്ത് കഴിഞ്ഞാലേ നമുക്ക് പറിക്കാൻ വേണ്ടി പറ്റുള്ളൂ. നല്ല പച്ചയാണ് കേട്ടോ. ഇത് ഉണങ്ങി കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നു ഈ അത്തിപ്പഴത്തിന് ഓൾമോസ്റ്റ് നല്ല റേറ്റ് ഉണ്ട്. ഇവിടുത്തെ ചേച്ചി പറഞ്ഞു തന്നതാണേ. ഗൈസ്, ഇതൊക്കെ ആക്ച്വലി ഞാൻ നന്നായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു പ്രോബ്ലം വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ലെങ്തി ആയിട്ടുള്ളതൊന്നും ആഡ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഫൈനലി നമ്മൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ കോഴിക്കോടേക്ക് കേട്ടോ. അതിനിടയ്ക്ക് ഇവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നേ. അതിന് പേരും കറക്റ്റായിട്ട് അറിയില്ല. അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇത് നമ്മുടെ ടൗൺഷിപ്പിന്റെ വീടുകളാണ് കേട്ടോ. എങ്ങോട്ടാ പോണത്? മന്തി കഴിക്കാൻ പോവാണ് ഉച്ചക്ക്. ഇപ്പൊ സമയത്ത് എന്നറിയോ, 4 മണിയായി ഗൈസ്. ഇപ്പോഴാണ് നമ്മൾ ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാൻ പോണത്. പിന്നെ ഇയാളെ കണ്ടോ, പെരുന്നാളിട്ട് ഡ്രസ്സ്. ഇന്ന് 3ാമത്തെ ദിവസമാണ് ഈ ഒരേ ഷർട്ട്. ആ വില കോഴിക്കോട് എത്താനായി നമ്മളൊരു 5:30 മണിയായിട്ടുണ്ടായിരുന്നേ. ഗൈസ്, ഉച്ചയ്ക്കുള്ള ലഞ്ച് നമ്മൾ കോഴിക്കോട് നിന്നാണ് കേട്ടോ കഴിക്കുന്നത്. അങ്ങനെ നമ്മുടെ ബീച്ചിലെത്തിയതും നേരെ സൂഫി മന്തിലോട്ട് വിട്ടു. വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ക്ഷീണമുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വീട്ടിലെത്തിയത് കിടന്നാ മതി എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതാണ് ഈ ട്രിപ്പിന്റെ ലാസ്റ്റിലേക്ക് ആകുമ്പം വരുന്നൊരു മരവിപ്പാണ് ഇതൊക്കെ. ബാക്കി നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം. അങ്ങനെ ട്രിപ്പൊക്കെ പൊടിച്ച് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ട്രിപ്പിന്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.